ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. 2026 ആനുവൽ കലണ്ടർ പ്രകാരമുള്ള റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം, ടെക്നീഷ്യൻ ഗ്രേഡ് 1, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം, സെക്ഷൻ കൺട്രോളർ എക്സാം, ജൂനിയർ എഞ്ചിനീയർ എക്സാം, ഇതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ, അതിൽ സെക്ഷൻ കൺട്രോളർ വരെയുള്ള എക്സാമിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നമുക്ക് ഒരാഴ്ചക്കകത്ത് വരാനിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷകളാണ് NTPC എക്സാം, അതിൽ തന്നെ ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് ഗ്രൂപ്പ് ഡി എക്സാം. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇന്ത്യയിൽ എഴുതുന്ന പരീക്ഷകളിലൊന്നാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. 2024 റിക്രൂട്ട്മെന്റ് പ്രോസസ്സും 2025 റിക്രൂട്ട്മെന്റ് പ്രോസസ്സും ഓൺഗോയിങ് ആണ്. അതിൻ്റെ സാങ്കേതിക വശങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 24 റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കേസുകാരനൊക്കെ ഡിലേ വന്നതാണ്. 25 എക്സാം CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 2026 ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഒരു ചോദ്യം കുട്ടികൾ നമ്മളടുത്ത് ചോദിക്കുന്ന കാര്യമാണ്. കാരണം ഇപ്പം ഈ ലോക്കോ പൈലറ്റിൻ്റെയും ടെക്നീഷ്യൻ്റെയും ഒക്കെ എക്സാംസ് നോട്ടിഫിക്കേഷൻസ് വന്ന സ്ഥിതിക്ക് IT ഉദ്യോഗാർത്ഥികളും 10th ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ ഉറ്റുനോക്കുന്ന ഒരു പരീക്ഷ കൂടെയാണ് ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. 2026 ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും വരിക? ആനുവൽ കലണ്ടർ പ്രകാരം 2026 ആനുവൽ കലണ്ടർ പ്രകാരം ഒക്ടോബർ മാസത്തിനും ഡിസംബർ മാസത്തിനും ഇടയിലായിട്ട് നിങ്ങൾക്ക് 2026 ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് ആനുവൽ കലണ്ടർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണ്? ഇപ്പോൾ ഈ പരീക്ഷയുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ അതിനു മുന്നേ നിങ്ങളെ ഒരു നോട്ടീസ് പരിചയപ്പെടുത്താം. ഇത് ഓഗസ്റ്റ് മാസം 5-ാം തീയതി പുറത്തു വന്നിട്ടുള്ള ഒരു നോട്ടീസാണ്. വെസ്റ്റേൺ റെയിൽവേ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു നോട്ടീസാണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, സബ്മിഷൻ ഓഫ് റിക്രൂട്ട്മെന്റ് ഇൻഡൻസ് ഫോർ ദ കാറ്റഗറീസ് ഇൻ ലെവൽ 1 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഗ്രൂപ്പ് ഡി എക്സാം ആണ്. ഇൻ ദ ഇയർ 2026 2026 റിക്രൂട്ട്മെന്റിന് വേണ്ടി ലെവൽ 1 ഗ്രൂപ്പ് ഡി പോസ്റ്റിന് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി വെസ്റ്റേൺ റെയിൽവേ സബ്മിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്തിട്ടുള്ള ഒരു നോട്ടീസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ നോട്ടീസിൻ്റെ ഈ നമ്പർ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ഒറിജിനൽ പതിപ്പ് കിട്ടുന്നതാണ്. മനസ്സിലായില്ലേ? ഇനി അതിനകത്ത് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, കൈൻഡ്ലി റെഫർ ടു ദ റെയിൽവേ ബോർഡ്സ് ലെറ്റർ സൈറ്റഡ് അബോവ് വെർ ഇൻ അപ്രൂവ്ഡ് ഹാസ് ബീൻ റെക്കോർഡഡ് ഫോർ ഓപ്പണിംഗ് ഓഫ് ദ ഇൻഡന്റ് മാനേജ്മെന്റ് മോഡ്യൂൾ ഇൻ HRMS to enable zonal railways, ഓരോ സോണൽ റെയിൽവേസും to submit recruitment intents for the following categories in level 1. താഴെ തന്നിരിക്കുന്ന ഈ 14 തസ്തികകളിലേക്ക് ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസീസ് അപ് ടു 31/12/2027 ഡിസംബർ മാസം 31-ാം തീയതി. ഏത് വർഷം? ഈ വർഷമല്ല, അടുത്ത വർഷം 2027 ഡിസംബർ മാസം 31-ാം തീയതി വരെ ഓരോ സോണൽ റെയിൽവേയിലും ഉള്ള വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുക ഈ കാണുന്ന 14 പോസ്റ്റിലേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടി? ഫോർ ദ റിക്രൂട്ട്മെന്റ് ഓഫ് ലെവൽ 1 ഫോർ ദ ഇയർ 2026 2026 റിക്രൂട്ട്മെന്റിന് വേണ്ടി വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നോട്ടീസിന്റെ താഴത്തേക്ക് പോകുന്ന സമയത്ത് അവർ അതിനകത്ത് വ്യക്തമായിട്ടൊരു ടൈം ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഓരോ യൂണിറ്റുകൾ, ഇന്റൻഡിങ് യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഡിവിഷൻസ് ആണ്. ഓരോ ഡിവിഷനുകളും 6-ാം തീയതിക്കും 14-ാം തീയതിക്കും ഇടയിൽ എന്ത് ചെയ്യണം? അവരുടെ വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്യണം. ഹെഡ് ക്വാർട്ടേഴ്സ്, സോണൽ ഹെഡ് ക്വാർട്ടേഴ്സ് 20-ാം തീയതിക്കകം അവരുടെ ഈ ഓരോ ഡിവിഷനിൽ നിന്നും കിട്ടിയിട്ടുള്ള എല്ലാ വാക്കൻസീസും ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള വാക്കൻസീസും എല്ലാം കൂടി കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കണം. അവിടെ പ്രത്യേകം അവർ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ 31/12/2027 വരെയുള്ള വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക് ഒരു സംശയം വരാം, സാറേ ഞങ്ങൾ 32,000 വാക്കൻസിക്കും 22,000 വാക്കൻസിക്കൊക്കെ പരീക്ഷ എഴുതിയ ആൾക്കാരാണ്, ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വാക്കൻസീസ് ഒന്നും എന്ത് ചെയ്യില്ല, ഈ പുതിയ റിക്രൂട്ട്മെന്റിലേക്ക് എടുക്കില്ല. അത് വ്യക്തമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. It is also advised that the vacancies already indented and those notified for the 2024 and 2025 ആ വാക്കൻസീസും ഈ നോട്ടിഫിക്കേഷനിലേക്കുള്ള ഒരു വാക്കൻസീസിനെയും എന്ത് ചെയ്യരുത്, ഈ പുതിയ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് നിങ്ങൾ പരിഗണിക്കരുത്. അതിനെ മാറ്റി വെച്ചുകൊണ്ട് വേണം ചെയ്യാൻ. ആൻഡ് ദ മാറ്റർ മേ ബി ട്രീറ്റഡ് ആസ് മോസ്റ്റ് അർജന്റ്. ഇത് വളരെ ഉത്തരവാദിത്തോട് കൂടി ഏറ്റവും പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് ഈ നോട്ടീസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ കലണ്ടറിൽ ഇട്ടിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഒക്ടോബർ മാസത്തിലും ഡിസംബർ മാസത്തിനിടയിൽ ഏറ്റവും മാക്സിമം ഒക്ടോബറിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. RRB ഇപ്പോൾ വളരെ സ്പീഡിലാണ് ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നത്. തുടങ്ങുന്ന സമയത്ത് ഒരു ഡിലേ വന്നു. കാരണം നമ്മുടെ ALPയുടെ നോട്ടിഫിക്കേഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ALP ഒക്കെ അതിന് മുന്നേ 2024 നേരത്തെയായിരുന്നു. 25 മാർച്ചിൽ വന്നു, 26 കുറച്ച് ഡിലേ വന്നു. പക്ഷേ നമ്മുടെ ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഇതിൻ്റെ വന്നു ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ടെക്നീഷ്യൻ വന്നതിൻ്റെ തൊട്ട് പുറകെ തന്നെ സെക്ഷൻ കൺട്രോളറുടെ നോട്ടിഫിക്കേഷൻ വന്നു. സെക്ഷൻ കൺട്രോളർ നോട്ടിഫിക്കേഷൻ ലൈവ് ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് JEEയുടെ നോട്ടിഫിക്കേഷൻ പുറത്തു വരാനായിട്ട് പോകുന്നത്.
അതിൻ്റെ പുറകെ തന്നെ ഇനി NTPC ഗ്രാജുവേറ്റ്, NTPC അണ്ടർ ഗ്രാജുവേറ്റ്, ഇതിനിടയിൽ വരുന്ന മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയും പാരാമെഡിക്കൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും. അതിൻ്റെ പുറകെ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനും ഈ പറയുന്ന പോലെ തന്നെ നടക്കും. ഇനി ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ നമ്മൾ എന്താണ് അതിൻ്റെ ഒരു പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, റെയിൽവേ ബോർഡ് ആദ്യം ഇത്തരത്തിൽ ഓരോ സോണൽ റെയിൽവേസിൻ്റെ അടുത്തും അവരുടെ മാൻ പവർ റിക്വയർമെൻറ്റ് എന്താണെന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് തരാനായിട്ട് ഒരു നോട്ടീസ് ഇറക്കും. ആ നോട്ടീസ് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇനി ഓരോ സോണും എന്ത് ചെയ്യും, അവരവരുടെ ഡിവിഷൻ്റെ അടുത്ത് പറയും നിങ്ങൾക്ക് ആവശ്യമുള്ള മാൻ പവർ എത്രയാണെന്നുള്ളത് നിങ്ങൾ നോട്ടിഫൈ ചെയ്ത് തരാൻ പറയും. ഇനി ഡിവിഷൻസും വർക്ക്ഷോപ്സ് എല്ലാം അവരുടെ വേക്കൻസീസ് എന്ത് ചെയ്യും, എസ്റ്റിമേറ്റ് ചെയ്യും. ഞങ്ങളവിടെ ഇത്ര റിട്ടയർമെൻ്റ് ആണ് ഈ വർഷം വരുന്നത്, അല്ലെങ്കിൽ 31/12/2027 ആകുമ്പോൾ ഇത്ര ആളുകൾ നമ്മളവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പറഞ്ഞ പോലെ റിട്ടയർമെൻ്റ് ആയി പോകുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും വേക്കൻസീസ് ആണ് അവിടെ വരുന്നതെന്നുള്ളത് ഓരോ ഡിവിഷനും ഓരോ വർക്ക്ഷോപ്പ് എന്ത് ചെയ്യുന്നുണ്ടാവും, കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവും. അത് അവരെന്ത് ചെയ്യും, ഹെഡ് ക്വാർട്ടേഴ്സിന് കൊടുക്കും. സോണൽ ഹെഡ് ക്വാർട്ടേഴ്സ് അതെല്ലാം കൂടെ കൺസോൾട്ടേറ്റ് ചെയ്യും. ഓരോ സോണുകളും ഇതെല്ലാം കൂടെ റെയിൽവേ ബോർഡിന് കൊടുക്കും. റെയിൽവേ ബോർഡ് ഇതെല്ലാം ഫൈനലൈസ് ചെയ്തുകൊണ്ട് എന്തിറക്കും, ഇവരുടെ നമ്മുടെ RRB ഗ്രൂപ്പ് ഡി 2026 നോട്ടിഫിക്കേഷൻ ഇറക്കും. ഇതിൽ ഓൾറെഡി ഈ 2 സ്റ്റെപ്പുകൾ കഴിഞ്ഞു അല്ലേ. സോണൽ റെയിൽവേസിന് വേണ്ടിയിട്ടുള്ള മാൻ പവറിൻ്റെ നോട്ടീസ്, അത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓരോ സോണും അവരുടെ ഈ പറയുന്ന ഇന്റേണൽ ലെറ്ററും കൊടുത്തിട്ടുണ്ട്. ഇനി അവരെന്ത് ചെയ്യും, ഡിവിഷൻസും വർക്ക്ഷോപ്സും. ഇപ്പോൾ ഡിവിഷൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന 6-ാം തീയതിക്കും 14-ാം തീയതിക്കും ഇടയിൽ അവരുടെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാനാണ്. ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 20-ാം തീയതിക്കകത്ത് അവരുടെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാനാണ്. അപ്പോൾ ഓഗസ്റ്റ് 20 ആകുമ്പോഴേക്കും ഈ 3-4 സ്റ്റെപ്പ് കഴിയും. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ കൺസോൾട്ടേറ്റഡ് ഫിഗേഴ്സ് റെയിൽവേ ബോർഡിന് കൊടുക്കുന്നു. റെയിൽവേ ബോർഡ് ഇതെല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നു. ഓഗസ്റ്റ് അവസാനമാകുമ്പോഴേക്കും വേക്കൻസീസിൻ്റെ എല്ലാം റിപ്പോർട്ട് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒക്ടോബർ മാസത്തിൽ തന്നെ എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2026 ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ ആനുവൽ കലണ്ടർ പ്രകാരം തന്നെ നോട്ടിഫിക്കേഷൻ വരാനും എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിൻ്റെ മുന്നൊരുക്കമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ നോട്ടീസാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഈ വർഷം ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ കരുതിയിരുന്നോളൂ, നോട്ടിഫിക്കേഷൻ വരാനുള്ള സമയമായി. പ്രിപ്പയർ ആയിട്ടിരിക്കുക. മുൻ വർഷത്തെ ഇപ്പോൾ 2025 പരീക്ഷയുടെ പ്രകാരം ഇപ്പോൾ ഓഗസ്റ്റ് 3 തൊട്ട് ഓഗസ്റ്റ് 21 വരെ നമ്മുടെ 25 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള CBT നടന്നുകൊണ്ടിരിക്കുകയാണ്. 24 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് ഇപ്പോഴേ പഠനം ആരംഭിക്കാനായിട്ട് ശ്രദ്ധിക്കുക. RRB വളരെ സ്പീഡിലാണ് എക്സാംസ് എല്ലാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജോലിയിൽ കയറാനായിട്ട് സാധിക്കട്ടെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.